ഒരു സന്തോഷം. നിങ്ങളൊക്കെ കണ്ടിഷ്ടായി? നിങ്ങളൊക്കെ കണ്ടോ? കാണുമ്പോ കണ്ടിട്ട് പറയൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. വർക്ക് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയപ്പോ ഇപ്പൊ എല്ലാവരും കാണാമെന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് വരുന്നു. വെരി ഹാപ്പി, ഭയങ്കര സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണാം, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. അത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് വർക്ക് ആയതിലുള്ള സന്തോഷം. താങ്ക് യു. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായോ? ശരി, താങ്ക് യു. സാറ് ചെറിയൊരു ടൂറിലാണ്, വരും, നാളെ എത്തും. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷമുണ്ട് കാണാൻ പറ്റത്തില്. തിയേറ്റർ റെസ്പോൺസ് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആൾക്കാരൊക്കെ ചിരിക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷം. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ എൻജോയ് ചെയ്യാം, അത്രയേ ഉള്ളൂ പറയാം. ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ, നോക്കുന്നേ ഉള്ളൂ. ഒക്കെ തിയേറ്ററിൽ കണ്ടത്രയും എല്ലാവരും നല്ലോണം റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു. അതെ, അതൊരു പക്ഷെ ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ തിയേറ്ററിൽ കണ്ടാലേ ഒരു രസമുള്ളൂ. അപ്പൊ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. താങ്ക് യു. നല്ല സന്തോഷമുണ്ട്. കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. എല്ലാവരും വന്നതിന് ഒരുപാട് താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. തിയേറ്റർ റെസ്പോൺസ് അറിയാൻ പറ്റിയതിൽ കുറെ സന്തോഷമുണ്ട്. മുബിൻ ചേട്ടന് അടിപൊളിയായിരുന്നു. നല്ല നാച്ചുറലായി, ഭയങ്കര ഈസിയായി ചെയ്തിട്ടുണ്ട്. ആ പോർഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പോർഷനാണ്. എനിക്ക് പേഴ്സണലി ഡബ് ചെയ്യുമ്പോൾ ഇപ്പൊ കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ച പോർഷനാണ്. അത് ആൾക്കാർക്കും അങ്ങനെ തന്നെ റെസനേറ്റ് ആയതിൽ ഒരുപാട് സന്തോഷം. അറിയാം. ശരി, താങ്ക് യു. ഒരുപാട് താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. കുറെ സന്തോഷമുണ്ട് ഇവിടെ കാണാൻ പറ്റിയില്ല, എല്ലാവരുടെ കൂടെ കാണാൻ പറ്റിയത്, തിയേറ്റർ റെസ്പോൺസ് അറിയാൻ പറ്റിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നൈസ് മൂവി. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട്. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്, അസലായിട്ട്. നിങ്ങളല്ലേ പറയണ്ടേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടുണ്ടോ? ഓക്കെ എത്തും കേട്ടോ. മാക്സിമം എല്ലാവരും സിനിമ കാണണം കേട്ടോ. നാദൃഷിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പടം. നാദൃഷിന്റെ ഓരോ പടവും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ യുവതലമുറയെ ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശം ഇതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകനായാലും മുബിൻ എന്ന് പറഞ്ഞ പുതുമുഖം റാഫിഖാന്റെ മകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ റാഫിക്ക, പിന്നെ ദേവിക നായിക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബൈജു ചേട്ടൻ, സമദിക്ക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സന്ദേശമുള്ള ഒരു ചിത്രമാണ്. കുഴപ്പമില്ല. അതായത് നാദൃഷ റാഫിയ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ കോമഡി പടമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട്
എന്നാലും അർജുൻ അശോകനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ ചെറിയ കോമഡികൾ, സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പടം വാച്ചബിളാണ്. നല്ല വ്യക്തി നന്നായിട്ടുണ്ട്. കൊച്ചിയിൽ അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. നല്ല പടമാണ്, അടിപൊളി, നല്ല പടം, കണ്ടിരിക്കാൻ പറ്റും. ഡ്രഗ് മാഫിയക്കെതിരെ ഒരു പോരാട്ടം കൂടെയാണ്. നല്ല മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ സിനിമ. കോമഡി വർക്ക് ത്രില്ലറാണ്. നല്ല അടിപൊളി കൂടാ, ഫൈറ്റും എല്ലാം വളരെ നന്നായിട്ട് പടം കൊള്ളാം. പടം എല്ലാവരും നന്നായിട്ട് അത് കുടിക്കോ? പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പർ ത്രില്ലറാണ്. പിന്നെ അഭിനയിച്ചവരെ പുതിയതായിട്ടുള്ള അതുപോലെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം കുഴപ്പമില്ല. എല്ലാവർക്കും പിടിച്ചു, എല്ലാവർക്കും വെറൈറ്റി ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, ഒരുപാട് സന്തോഷം. നന്ന് വർക്കായിട്ടുണ്ട്. അതെ അതെ അതെ, നല്ല തിയേറ്ററിലെ റെസ്പോൺസുകൾ ഉണ്ട്. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും ഇത് എന്റർടൈനർ ആയിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം. കോമഡിയാണോ ത്രില്ലറാണോ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാം പ്രതീക്ഷിച്ചു വരാം. എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഈ പടത്തിൽ ചെറിയ റോൾ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അഭിപ്രായം പറയല്ലോ. പ്രേക്ഷകർ പറയട്ടെ. ഇപ്പോഴുണ്ടോ? മൊത്തത്തിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എന്താ? നന്നായിരുന്നു. പ്രേക്ഷകരോടൊപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ പറഞ്ഞതിനേക്കാളും ഒരു പറയാനാണ്. റെസ്പോൺസ് കേട്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? പടം കണ്ടോണ്ടിരിക്കുമ്പോ ഓരോ നിങ്ങളുടെ സീനില് അവരൊക്കെ റെസ്പോൺസ് കണ്ടപ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? സന്തോഷം. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്നതാ. പിന്നെ താങ്ക് യു നാദർഷിക്ക, മറക്കൂല. നാദർഷിക്കാണ് ഞാൻ ഓക്കെ.